الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ദിക്റുകൾ, ദുആകൾ, അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈ പഠനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ദുആയിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില മസാലകളാണ് സംസാരിച്ചത്. ഇനി അതിനുശേഷം നമ്മൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഓരോരോ പ്രാർത്ഥനകളായി അല്ലെങ്കിൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗകര്യം പോലെ കഴിയുന്നത് പോലെ ഓരോ പ്രാർത്ഥനകൾ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു തുടങ്ങുന്ന ഒന്നാമത്തെ പ്രാർത്ഥന എന്നുള്ളത് നമുക്കറിയാലോ, ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളതിന് ഏറ്റവും ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുക, ഒന്നാം സ്ഥാനം കൊടുക്കുക, എല്ലാത്തിനേക്കാളും ആദ്യം അതിനെ മുന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദീനുൽ ഇസ്ലാമിൻ്റെ മര്യാദകൾ, അതിൻ്റെ അധ്യാപനങ്ങളിൽപ്പെട്ട മര്യാദകളിൽപ്പെട്ടതാണ് എന്ത്? ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളതിന് ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. സൂറത്തുൽ ഫാത്തിഹയിലെ പ്രാർത്ഥനയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന പ്രാർത്ഥന ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥന അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. അത് മുഴുവൻ വിശദീകരിക്കുക എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹ മൊത്തം വിശദീകരിക്കേണ്ടതായതുകൊണ്ട് താൽക്കാലികം അതിൻ്റെ അർത്ഥം, അതിൻ്റെ സൂചന മാത്രം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞാൽ അതിനോളം പ്രാധാന്യം വരുന്ന മറ്റ് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഖുർആന്റെ ആയത്തുകൾ വന്നിട്ടുണ്ട്. അത്തരം പ്രാർത്ഥനകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് പൊസിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്നാമത്തെ ഭാഗത്ത് വരുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥന. അതിൻ്റെ പേരിൽ തന്നെ അത് പ്രകടമാണ്. സയ്യിദ് എന്ന് വെച്ചാൽ നേതാവ് എന്നർത്ഥം. സയ്യിദ് എന്ന് വെച്ചാൽ നേതാവ് എന്നാണ് അർത്ഥം, ലീഡർ എന്നൊക്കെ പറയുന്ന അർത്ഥമാണ്. ഇസ്തിഗ്ഫാർ എന്ന് വെച്ചാൽ പാപമോചനം തേടുക എന്നുള്ള അർത്ഥമാണ്. പാപമോചനം തേടുക എന്ന് വെച്ചാൽ ഇസ്തിഗ്ഫാർ നേർക്കുനേരെ പറയുമ്പോൾ നമ്മുടെ തെറ്റുകൾ അത് മറച്ചു വെക്കുക ദുനിയാവിൽ, അതേപോലെ തന്നെ ആഖിറത്തിൽ ആ തെറ്റുകൾ കാരണത്താൽ നമ്മളെ ശിക്ഷിക്കാതിരിക്കുക, ഇതൊക്കെ ഇസ്തിഗ്ഫാറിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇസ്തിഗ്ഫാർ എന്ന വാക്കിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്തിഗ്ഫാർ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പ്രാർത്ഥന എന്നുള്ളത് ഇസ്തിഗ്ഫാറാണ്. അതെന്താ കാരണങ്ങൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ബാധിച്ചേക്കാവുന്ന എല്ലാ ഷർറുകളും നമ്മുടെ തെറ്റുകൾ കാരണത്താൽ ബാധിക്കുന്നതായിരിക്കും. അല്ലാഹു വമാ അസാബത്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾക്ക് എന്തൊരു മുസീബത്തും ബാധിച്ചിട്ടില്ല എങ്ങനെയായിട്ടല്ലാതെ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടല്ലാതെ. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നമ്മൾ ചെയ്ത തിന്മകൾ തന്നെയാണ്. അപ്പൊ ഈ തിന്മകൾ പൊറുപ്പിക്കപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ നമ്മൾക്ക് അള്ളാഹു പുറത്തു തരിക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ഷർറുകളും ഒഴിവാക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ്. എല്ലാ ഷർറുകളും ഒഴിവാക്കാനുള്ള ഒറ്റമൂലിയാണ് എന്ത്? ഈ ഇസ്തിഗ്ഫാർ എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഉഹദ് യുദ്ധത്തിൽ സ്വഹാബത്ത്, ഉഹദ് യുദ്ധത്തിൽ നമ്മളൊക്കെ അറിയുന്ന കാര്യം, ഉഹദ് യുദ്ധത്തിൽ പ്രയാസം നേരിടേണ്ടി വന്നു. ശത്രുക്കൾ സ്വഹാബത്തിനെ കീഴ്പ്പെടുത്തി, അല്ലെങ്കിൽ അവരെ ഒരുപാട് പ്രയാസപ്പെടുത്തി, ഒരുപാട് പേര് ഷഹീദായി. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം. പക്ഷെ ശരിക്കും ഉഹദ് യുദ്ധം എന്നുള്ളത്, ഞാൻ മനസ്സിലാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാണ്. ഉഹദ് യുദ്ധത്തിൽ ശരിക്കും സ്വഹാബത്ത് വിജയിക്കാനായിരുന്നു.
ശത്രുക്കളെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഉഹദ് യുദ്ധത്തിൽ. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന, അത് സ്വഹാബത്തിൽപ്പെട്ട ചിലർ, കുറച്ചു പേർ ആ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചു. എന്ന് വെച്ചാൽ ഒരു തിന്മ അവിടെ എന്ത് ചെയ്യണം, മുഅ്മിനുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ. ആ ഒരു തിന്മ കാരണത്താലാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉണ്ടായ പരീക്ഷണങ്ങളൊക്കെയും നിശ്ചയിച്ചത് ആ ഒരു തിന്മ കാരണത്താലാണ്. അപ്പോ ഒരു തിന്മ ചെയ്ത സ്വഹാബത്തിന് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന ധിക്കരിച്ചു എന്നുള്ള കാരണത്താൽ എത്ര പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നത്. അപ്പൊ പിന്നെ ഒരുപാട് കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാം? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ദുനിയാവിലായിക്കോട്ടെ ആഖിറത്തിലായിക്കോട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഇസ്തിഗ്ഫാറാണ്. തെറ്റുകൾ പുറത്ത് കിട്ടുക, അത് പൊറുപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. കാരണം അതാണ് അവനെ നഷ്ടക്കാരിൽ പെടുത്തുന്നതും വിജയികളിൽ പെടുത്തുന്നതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 70 തവണയെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 70 തവണയെങ്കിലും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഞങ്ങൾ ഒരു മജ്ലിസിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 പ്രാവശ്യമെങ്കിലും അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടാവും എന്ന് സഹാബികൾ പറയാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്ര, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട, എപ്പോഴും പതിവാക്കാൻ, കൂടുതൽ ആവർത്തിക്കാൻ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥന എന്നുള്ളത് ഇസ്തിഗ്ഫാർ. അപ്പൊ ഈ ഇസ്തിഗ്ഫാറുകളിൽ ഒരുപാട് രൂപങ്ങൾ, ഒരുപാട് ഇനങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാന, അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് അതോട് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഇസ്തിഗ്ഫാറുകളിലെ നേതാവ്, ആ ഇസ്തിഗ്ഫാർ നമ്മൾ പാപമോചനം തേടുന്ന അതിന്റെ അങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പഠിപ്പിച്ച എന്ന പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? ഈ പ്രാർത്ഥനയുടെ ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇതിനെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ രാവിലെ ഈ ഇസ്തിഗ്ഫാർ, അതായത് ഹൃദയത്തിൽ തട്ടിക്കൊണ്ടെന്ന് വെച്ചാൽ വെറുതെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നവനല്ല, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് മനസ്സിൽ ആ പറയുന്ന കാര്യം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിനെപ്പറ്റി ഉറ്റാലോചിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ ഈ ഒരു പ്രാർത്ഥന രാവിലെ പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. ഇനിയിപ്പോ വൈകുന്നേരം ഒരാൾ പ്രാർത്ഥിച്ചിട്ട് രാവിലെ ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടാലും അവനും സ്വർഗത്തിലാണ്. എന്ന് വെച്ചാൽ എല്ലാ രാവിലെയും വൈകുന്നേരവും, സുബ്ഹി നിസ്കാര ശേഷവും അസർ നിസ്കാര ശേഷവും ഒരാൾ ഇത് പതിവാക്കുകയാണെങ്കിൽ അതെങ്ങനെ ചൊല്ലണം? ഹദീസിലുള്ളത് മൂക്കിനൻ ബിഹ, അതിനുള്ള കാര്യങ്ങളെ പറ്റി മനസ്സിൽ യക്കീനുമാണ്. ഞാൻ എന്താ ഈ പറയുന്നത്, ആ പറയുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ച് ആ ഒരു ബോധ്യത്തോടു കൂടെ അത് നമ്മൾ അംഗീകരിച്ച് പറയുന്ന ഒരാളാണെങ്കിൽ അവൻ രാവിലെ ചൊല്ലി വൈകുന്നേരം ആവുന്നതിന് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. അല്ലെങ്കിൽ വൈകുന്നേരം ചൊല്ലി രാവിലെ ആവുന്നതിന് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, സ്വഹീഹ് ബുഖാരിയിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. താരതമ്യേന കുറച്ചൊരു വലിപ്പമുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മളിത് ഓരോരുത്തരും കാണാതെ പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും മിനിമം നമ്മൾ എന്ത് ചെയ്യണം? ഹദീസിൽ പറഞ്ഞതുപോലെ നമ്മൾ നോക്കിയിട്ടെങ്കിലും എല്ലാ രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന പതിവായി ചൊല്ലാൻ, സുബ്ഹി നിസ്കാര ശേഷവും അതുപോലെ തന്നെ അസ്ർ നിസ്കാര ശേഷവും
എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ദിവസവും ചൊല്ലുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും? കാണാതെ പഠിഞ്ഞോളും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആവർത്തിച്ച് ചൊല്ലുമ്പോൾ തന്നെ അത് കാണാതെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അള്ളാഹുമ്മ, അള്ളാഹുമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എന്ന് വിളിക്കുന്ന വിളിയാണ്. റബ്ബിനെ വിളിക്കുകയാണ്. അള്ളാഹുവേ, അള്ളാഹുമ്മ. അൻത റബ്ബി, അള്ളാഹിനെ വിളിച്ച് അള്ളാഹിനോട് പറയാം, അൻത റബ്ബി, അൻത നീ, റബ്ബി എന്റെ റബ്ബ്. അപ്പൊ നീ അള്ളാഹുവെ, നീ എന്റെ റബ്ബാണ്, നീ എന്റെ റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന നമ്മുടെ ഉടമസ്ഥൻ, അങ്ങനെയുള്ളവനെ റബ്ബ് എന്ന് പറയാം. അപ്പൊ എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ചതും എന്റെ ഉടമസ്ഥനും എന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന നീയാണ്. എന്നിട്ട് പറയാം ലാ ഇലാഹ ഇല്ല അൻത. ലാ ഇലാഹ ഇല്ല അൻത എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന് പകരം ഇവിടെ അള്ളാഹ് നേരിട്ട് പറയാണ്, സംസാരിക്കുകയാണ്, ദുആ ചെയ്യണല്ലോ. അപ്പോ ഇല്ല അൻത, നീയല്ലാതെ ഇബാദത്ത് നൽകപ്പെടാൻ അർഹനായി മറ്റാരുമില്ല. നീയല്ലാതെ ഇബാദത്ത് നൽകപ്പെടാൻ അർഹനായി മറ്റാരുമില്ല. എൻ്റെ പ്രാർത്ഥനകൾ അത് നൽകാൻ നീയല്ലാതെ, അതിനുള്ള അർഹനായി നീയല്ലാതെ മറ്റാരുമില്ല. എൻ്റെ മറ്റെന്തെങ്കിലും ഇബാദത്തുകൾ, നേർച്ചയോ ഇസ്തിഗാസയോ അല്ലെങ്കിൽ എൻ്റെ സുജൂദോ അല്ലെങ്കിൽ എൻ്റെ ബലികർമ്മമോ, എന്ത് ഇബാദത്തിന്റെ ഏതിനമായിക്കോട്ടെ, അതൊന്നും നൽകപ്പെടാൻ അർഹനായി നീയല്ലാതെ മറ്റാരുമില്ല ആണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. എന്നിട്ട് പറയണ ഖലഖതനി, നീ എന്നെ സൃഷ്ടിച്ചു, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വ അന അബ്ദുക, ഞാനാണെങ്കിൽ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ അടിമയുമാണ്. എന്നുവെച്ചാൽ നമ്മൾ സൃഷ്ടിച്ചത് റബ്ബാണ്. അപ്പോ നമുക്ക് സൃഷ്ടിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന റബ്ബ് നമ്മളോട് പല കാര്യങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൽപ്പനകൾ പാലിക്കാൻ ബാധ്യസ്ഥനായവനാണ് ഞാൻ. അബ്ദുക്ക, സാധാരണ അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ എന്നുള്ള അർത്ഥത്തിൽ. അടിമകൾ പണ്ട് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അടിമയെ സംബന്ധിച്ചിടത്തോളം ഉടമയുടെ, അതായത് ആ അടിമന്റെ ഉടമസ്ഥൻ ഉണ്ടാവും, അയാളുടെ കൽപ്പനകൾ പാലിക്കാൻ ഈ അടിമ ബാധ്യസ്ഥനാണ്. അപ്പൊ ആ ഒരു ബാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ അബ്ദ് എന്ന് പറയുന്നത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഉടമസ്ഥനോടുള്ള ബാധ്യതയെക്കാളും കൂടുതൽ ബാധ്യത അള്ളാഹുവിനോടുണ്ട്. അപ്പോൾ നമ്മൾ സൃഷ്ടിച്ചത് റബ്ബാണെന്നിരിക്കെ അവനോട് നമുക്ക് പല ബാധ്യതകളും നിറവേറ്റാനുണ്ട്. അതാണ് വാന അബ്ദുക, ആ ബാധ്യതകൾ ഞാൻ നിർവഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. ഞാൻ നിന്റെ അടിമ എന്നുവെച്ചാൽ നിന്നോടാണ് എനിക്കെന്തുള്ളൂ, പ്രതിബദ്ധതയുള്ളൂ. നിന്റെ കൽപ്പനകളാണ് ഞാൻ എന്ത് ചെയ്യുക, പാലിക്കുക. നിന്റെ വിലക്കുകളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കുക. അങ്ങനെ നിന്റെ അടിമയാണ്. നിന്നെ തൃപ്തിപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. എന്നിട്ട് പറയുന്നത് വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു, ഇതൊക്കെ റബ്ബിനോട് ഏറ്റു പറയാണ്. വ അന, ഞാൻ എങ്ങനെയുള്ളവനാണ്, അലാ അഹദിക, അഹദ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി, വ വഅദിക, വഅദ് എന്ന് പറഞ്ഞാൽ കരാറ്, എന്നുവെച്ചാൽ നിന്നോടുള്ള കടമ്പടി അല്ല, ഉടമ്പടിയിൽ അതേപോലെ തന്നെ കരാർ, രണ്ട് ഏകദേശം ഒരേ അർത്ഥമാണ്. അപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്ത ഈ കരാറ് അത് പാലിക്കുന്നതിൽ മസ്തതഅതു, ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ കരാറ് പാലിക്കുന്നതിൽ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ആ കരാറ് പാലിക്കാൻ ശ്രദ്ധിക്കുന്നവനാണ് എന്ന് റബ്ബിനോട് ഏറ്റു പറയാം. അല്ലെങ്കിൽ വേറൊരർത്ഥം പറയുകയാണെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഞാൻ നിന്റെ കരാറ്, നീ എന്നോട് ഏൽപ്പിച്ച ഈ ഉടമ്പടി പാലിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. എന്നുവെച്ചാൽ തെറ്റുകൾ പറ്റുന്നുണ്ട്, പക്ഷെ ഞാൻ പരമാവധി എന്ത് ചെയ്യാം, നിന്നോട്
പാലിക്കേണ്ട ഈ കരാർ ഞാൻ പാലിക്കാൻ പരമാവധി എന്താണ് ഈ കരാർ? എന്താ കരാർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ദീനനുസരിച്ച് ജീവിക്കുക, ഈമാനും തഖ്വയുള്ളവനായി തീരാം, ശരിയായ വിശ്വാസം മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുക, പ്രവർത്തനങ്ങളിൽ ഹറാമ് വരാതെ നോക്കുക, വാജിബുകൾ പൂർത്തീകരിക്കുക. ഇതാണ് ആ കരാറിന്റെ ചുരുക്കം. അപ്പൊ ഈ കരാറ് പാലിക്കുന്നതിൽ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രമിക്കുന്നുണ്ട്. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ. ഞാൻ നമ്മളെ നേരത്തെ പറഞ്ഞു, അത് വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ. അത് അങ്ങനെ തന്നെ ഉള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ദീൻ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നമ്മൾ മാക്സിമം എഫേർട്ട് കൊണ്ടുവരുന്ന ഒരാൾക്ക് ഇത് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ കൊണ്ടുവരണം. നമ്മൾ പരമാവധി ആ എഫേർട്ട് എടുക്കണം. എന്നിട്ട് റബ്ബിനോട് ഇത് പറയണം: റബ്ബേ, ഞാൻ നിന്നോട് പാലിക്കേണ്ട കരാറ്, അത് പാലിക്കുന്നതിൽ ഞാൻ എൻ്റെ കഴിവിന്റെ പരമസ്ഥത്താഴ്ത്തും, എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ പറയാം, റബ്ബിനോട് പറയാം. വാന അലാ അഹദിക വഅദിക മസ്തതാഴ്ത്തും. എന്നിട്ട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം: അഊദു ബിക മിൻ ശർരി മാ സനഅതു. അഊദു ബിക. അഊദു സൂറത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അഊദു എന്ന് പറഞ്ഞാൽ രക്ഷ തേടുന്നു, ഞാൻ രക്ഷ തേടുന്നു. ബിക, നിന്നെ കൊണ്ട്. പക്ഷെ നീയാണ് എനിക്ക് സംരക്ഷണം തരേണ്ടത്. ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. എന്തിൽ നിന്ന് രക്ഷ തേടുന്നത്? മിൻ ഷർരി, ഒരു ഷർറിൽ നിന്ന്. എന്തിന്റെ ഷർറ്? മാ സനഅതു, ഞാൻ ചെയ്ത തിന്മകളുടെ ഷർറിൽ നിന്ന്, ഞാൻ പ്രവർത്തിച്ചതിന്റെ ഷർറിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ചെയ്ത കാര്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ ആ ഒരു അതിന്റെ ഷർറ്, നമ്മളാണ് ആ തിന്മ ചെയ്തത്. ആ തിന്മയ്ക്ക് ഉണ്ടാവുന്ന അതിന്റെ അനന്തരഫലമായിട്ട് ഉണ്ടാവുന്ന ഷർറുകളിൽ നിന്ന് നമ്മൾ ആരെയാണോ ധിക്കരിച്ചത് അവനോട് തന്നെ രക്ഷ തേടുകയാണ്. അവനോട് തന്നെ നമ്മൾ രക്ഷ തേടുകയാണ്. കാരണം നമുക്കതല്ലാതെ വേറെ വഴിയില്ല. അല്ലെ, നമ്മളിപ്പോ എന്താ പറയാ, ഏതെങ്കിലും ഒരു രാജാവിനെ ധിക്കരിച്ചാൽ ആ രാജാവിന്റെ എന്താ പറയാ കയ്യിൽ നിന്ന് ആ രാജാവ് നമ്മളെ പിടികൂടാതിരിക്കാൻ രാജാവിന്റെ കയ്യിൽ നമുക്ക് ഓടി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. മറ്റെവിടെയെങ്കിലൊക്കെ പോയി ഒളിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ഓടി അകലാൻ കഴിയില്ല. മറിച്ച് അള്ളാഹുലേക്ക് ഓടി അകലണം. അള്ളാഹുലേക്ക് ഓടി അടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുന്നിൽ വേറൊരു വഴിയില്ല. നമ്മുടെ മുന്നിൽ അള്ളാഹ് ഖുറാനിൽ പറഞ്ഞു, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുലേക്ക് ഓടിച്ചെല്ലൂ എന്നുള്ള പറയുന്നുണ്ട്. നമുക്കതേ വഴിയുള്ളൂ. റബ്ബിനെ ധിക്കരിച്ചിട്ട് അവന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേറെ ആരുടെയെങ്കിലും അടുക്കൽ പോയാൽ അഭയം കിട്ടൂല, രക്ഷപ്പെടാൻ കഴിയും. റബ്ബിന്റെ അടുക്കലേക്ക് തന്നെ ഓടിച്ചെല്ലണം. അവൻ നമ്മളെ പിടികൂടുന്നതിന് മുമ്പ് അവനിലേക്ക് മടങ്ങി ചെന്നാലല്ലാതെ നമുക്ക് അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. അതാണ്, ആരെ ധിക്കരിച്ചോ ആ ധിക്കരിച്ച റബ്ബിനോട് തന്നെ നമ്മുടെ ധിക്കാരത്തിന്റെ അനന്തര ഫലത്തിൽ നമ്മളെ രക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന അത്രയും ദുർബലനാണ് നമ്മൾ. നമ്മളത്രയും മനുഷ്യൻ എന്ന് പറയുന്ന അത്രയും ദുർബലനാണ്. അതിന് നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ അനന്തരഫലം, മോശം പര്യവസാനം, അതിൽ നിന്ന് നമ്മൾ നമ്മുടെ റബ്ബിനോട്, ആരെയാണോ ധിക്കരിച്ച അതേ റബ്ബിനോട് നമ്മൾ രക്ഷ തേടുകയാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ അതിന്റെ മോശം അനന്തര ഫലങ്ങളിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. എന്നിട്ട് പറയണ അബൂ ലക ബിനിഅമതിക അലയ്യ. അബൂ ലക ബിനിഅമതിക, അബൂ എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നു, ബിനിഅമതിക നിന്റെ അനുഗ്രഹങ്ങൾ, അലയ്യ എൻ്റെ മേൽ. അപ്പൊ എൻ്റെ മേൽ നീ ചെയ്ത അനുഗ്രഹങ്ങൾ അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. എന്ന് മാത്രല്ല അബൂഉ ബിദംബി, ഞാൻ ചെയ്ത തിന്മകളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഈ രണ്ട് ബോധ്യങ്ങൾ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനം.
എന്ന് വെച്ചാൽ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് റബ്ബിനെ പറ്റി ചിന്തിക്കുമ്പോൾ റബ്ബ് എനിക്ക് തന്നത് മുഴുവൻ ഹൈറാണെന്നുള്ള തിരിച്ചറിവ് ഒരു മനുഷ്യന് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ തിരിച്ചറിവ് ഇല്ലാതാവുമ്പോഴാണ് റബ്ബിനെ മോശം വിചാരിക്കാനും റബ്ബിനെ വെറുക്കാനും അല്ലെങ്കിൽ റബ്ബിന് ഇഷ്ടപ്പെടേണ്ടതുപോലെ മനസ്സിൽ ഇഷ്ടപ്പെടാതിരിക്കാനൊക്കെ സാഹചര്യമാകുന്നത് ഈ ഒരു ബോധ്യം മനസ്സിലില്ലാതിരിക്കുമ്പോഴാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് എന്തൊരു അനുഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ റബ്ബ് തന്നതേ ഉള്ളൂ. റബ്ബ് തരാത്ത ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് പലർക്കും റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ പറ്റി ഒരു ബോധ്യവും നമ്മുടെ മനസ്സിലൊരു ചിന്ത പോലും വരുന്നില്ല. പല കാര്യങ്ങളെ പറ്റിയും പലതും നമുക്ക് നഷ്ടമില്ലേ. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയുള്ളൂ പറയുന്ന പോലെ പലതും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിന്റെ വില അറിയാം. പിന്നെ വേറെ നമ്മൾ പല ആളുകളും ചെയ്യുന്നത് എന്താ, ഏറ്റവും വലിയ അപകടം എന്താന്ന് വെച്ചാൽ നമുക്ക് ഉള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് ഇല്ലാത്തതിനെ പറ്റി, എനിക്ക് അതില്ല, എനിക്ക് അങ്ങനെയില്ല, ഇങ്ങനെയില്ല എന്ന് നമുക്കില്ലാത്തതിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളുടെ വലിപ്പവും അതിന്റെ പ്രാധാന്യവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് റബ്ബ് നമുക്ക് ചെയ്തത് അനുഗ്രഹങ്ങൾ അതെത്ര വലുതാണെന്നും നമ്മൾ ഇതിനൊരിക്കലും നമ്മൾ ജീവിതകാലം മുഴുവൻ ഇബാദത്തിൽ കിടന്നാലും നമുക്ക് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരു തിരിച്ചറിവ് നമുക്ക് വരിക ഈ റബ്ബ് നമുക്ക് നല്ലത് ചെയ്തു തന്നിട്ടുള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴാണ്. എല്ലാ നിലയ്ക്കും നമുക്ക് റബ്ബ് ചെയ്തത് അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. വൈൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹ. നിങ്ങൾ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അള്ളാഹ് പറയാം, ഒന്നും വേണ്ട, നിങ്ങൾ പുറത്ത് ഭൂമിയെ വാസയോഗ്യമാക്കി ആകാശത്തെ മേൽപ്പൂരയാക്കി മഴ പെയ്യിപ്പ് ചെടികൾ വളർത്തി, ഇതൊന്നും വേണ്ട. നമ്മുടെ ശരീരത്തിനകത്ത് മാത്രം നോക്കിയാൽ മതി. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു പ്രോസസ്സിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രി കിടക്കേണ്ടി വരും. പക്ഷെ അതിന് ഓരോന്നിനും ഓരോ അവസ്ഥകളുണ്ടെന്ന് വെച്ചാൽ ഓരോ അളവുകളുണ്ട്. ഇത് ഇത്രയായിരിക്കണം, ഇത് ഇത്രയായിരിക്കണം, ഇത് ഇത്ര സ്പീഡിലായിരിക്കണം, ഇത് ഇത്ര അളവിലായിരിക്കണം. എല്ലാത്തിനും കൃത്യമായ നിയമവ്യവസ്ഥകളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അതേ റൂട്ടിൽ അതേ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. എന്തെങ്കിലും ഒന്നിന് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ പലതും അറിയുന്ന പോലെ ശ്വാസം എടുക്കുന്നു വിടുന്നു നമ്മൾ അതിനെപ്പറ്റി പറയുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞു തുടങ്ങാൻ തീരൂല. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടിയാലും നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരല്ല. നമ്മളെപ്പോഴും നമുക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങൾ. നബിസ്വല്ലല്ലാഹു പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. നിങ്ങൾ ദുനിയാവിന്റെ ഇത്തരം അനുഗ്രഹങ്ങളുടെ വിഷയത്തിലും സൗകര്യങ്ങളുടെ വിഷയത്തിലും നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. ഒരിക്കലും നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ അനുഗ്രഹം ഒന്നും വേണ്ട, ദുനിയാവത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വെക്കുക. റബ്ബ് നമുക്ക് ഹിദായത്ത് എന്ന അനുഗ്രഹം തന്നിട്ടില്ലേ? മറ്റെന്തൊക്കെ ആശയങ്ങൾ, ഇസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ട്. അത്തരം വഴികേടുകളും ഇരുട്ടുകളിലേക്കൊന്നും പെടാതെ റബ്ബ് നമ്മളെ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ എത്തിച്ചില്ലേ? അതാ എത്ര ആളുകൾക്ക് കിട്ടാതെ പോയ അനുഗ്രഹമാണത്. ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് കിട്ടിയിട്ടില്ല, നൂഹ് നബിന്റെ മകന് കിട്ടിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ സഹോദരൻ അബൂ താലിബിന് കിട്ടിയിട്ടില്ല. അവർക്കൊന്നും കിട്ടാത്ത വലിയ അനുഗ്രഹമാണ്. അതിന് മാത്രം നമ്മൾ നന്ദി കാണിക്കാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് നമ്മുടെ ഈ ജീവിതം മതിയാവൂല. നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരേക്കും സുജൂദിൽ തന്നെ കിടന്നാൽ പോലും നമ്മൾ ആ അനുഗ്രഹത്തിന് മാത്രം നന്ദി കാണിച്ചവരാവൂല. പിന്നെ ബാക്കിയുള്ളതും കൂടി ചേർത്താലും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാവണം. അതിന് നന്ദി കാണിക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരായിരിക്കണം. പക്ഷേ എന്താ പറയാ, നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന തെറ്റുകൾ
അത് നമ്മൾ അംഗീകരിക്കണം. ഒരിക്കലും തെറ്റുകൾ പറ്റുമ്പോൾ എന്താ പറയാ, ഇബ്ലീസ് പ്രതികരിച്ചതുപോലെ നിങ്ങൾക്കറിയാം, ആദം അലൈഹി ഇസ്ലാമയുടെയും ഇബ്ലീസിന്റെയും സംഭവം നിങ്ങൾ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഖുറാനിൽ വായിച്ചിട്ടുണ്ടാവും. രണ്ടുപേരും നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിന്റെ പ്രത്യേകത. രണ്ടുപേരും തെറ്റ് ചെയ്തവരാണ്. ആദം അലൈഹി ഇസ്ലാമെ അള്ളാഹുവിനെ ധിക്കരിച്ചു, പഴം കഴിക്കരുതെന്ന് പറഞ്ഞ് കഴിച്ചു. ഇബ്ലീസും അള്ളാഹുവിനെ ധിക്കരിച്ചു, സുജൂദ് ചെയ്യാൻ പറഞ്ഞ് സുജൂദ് ചെയ്തില്ല. രണ്ടുപേരും അള്ളാഹുവിനെ ധിക്കരിച്ചവരാണ്. പക്ഷേ രണ്ടുപേരുടെയും പര്യവസാനം നിങ്ങൾ നോക്കി. ഒരാൾ അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട അള്ളാഹു തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല വ്യക്തികളിൽ ഒരാളായി തീർന്നു. മറ്റവൻ എന്തായി? ഏറ്റവും വെറുക്കപ്പെട്ട, അള്ളാഹുവിന്റെ റഹ്മത്തിന് അകറ്റപ്പെട്ട, എല്ലാ വൃത്തികേടുകളുടെയും നേതാവായി തീർന്നു. എന്തുകൊണ്ടാണത്? ഒരാൾ തെറ്റ് അംഗീകരിച്ചു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ സ്വയം ബോധ്യപ്പെട്ടു. ആ തെറ്റിൽ ഞാൻ തുടരാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി. അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ സ്വയം അഹങ്കരിച്ച് നമ്മൾ ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളത് വളരെ അപകടം പിടിച്ച വിഷയമാണ്. അപ്പൊ വബൂഉ ബിദംബി, ഞാൻ എൻ്റെ തെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റ് തന്നെയാണ്. റബ്ബേ, അതെല്ലാം ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ പറ്റിപ്പോയി. അങ്ങനെ തന്നെ നമ്മൾക്ക് ആ ഒരു കുറ്റബോധത്തോടു കൂടി തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്. വെറുതെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിൽ അർത്ഥമില്ല. ആ ഒരു കുറ്റം നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകണം. എത്ര എത്ര ഹറാമുകളാണ് റബ്ബ് കൽപ്പിച്ചിട്ട് അത് ഹറാമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പ്രവർത്തിച്ചത് എന്നതിനെ പറ്റി ആലോചിച്ച് നമുക്ക് വിഷമമുണ്ടാവണം. ആ പ്രയാസത്തോടു കൂടെ തന്നെ ഈ ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുകയാണ് വേണ്ടത്, വബൂഉ ബിദംബി. എന്നിട്ട് എന്ത് ചെയ്യണം? ഫഗ്ഫിർലി, റബ്ബേ നീ എനിക്കത് പുറത്തു തരണം. റബ്ബേ നീ എനിക്കത് പുറത്തു തരണം. എന്താണ്? ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. കാരണം തെറ്റുകൾ പുറത്തു തരാൻ നീയല്ലാതെ വേറെ ആരും ഇല്ല. വേറെ ആർക്കും തെറ്റുകൾ പുറത്തു തരാൻ കഴിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം പ്രത്യേകതയാണ്. അപ്പൊ വേറെ ആരും പുറത്തു തരാനില്ല. അതുകൊണ്ട് നീ തന്നെ എനിക്ക് എന്ത് ചെയ്യണം? തെറ്റുകൾ പുറത്തു തരണം റബ്ബിനോട് ആവശ്യപ്പെടാൻ. അപ്പൊ ഈ ഒരു പ്രാർത്ഥന, ഈ പറഞ്ഞ ആശയങ്ങൾ മനസ്സിൽ തട്ടി തന്നെ എന്ത് ചെയ്യണം? നമുക്ക് നാവ് കൊണ്ട് ഉച്ചരിക്കാൻ, പറയാൻ സാധിക്കണം. ഇത് വെറുതെ കേവലം യാന്ത്രികമായി എന്തെങ്കിലും പറയുക എന്നതിലുപരി ഈ പറയുന്ന ആശയങ്ങൾ മനസ്സിൽ കടന്നു വന്ന് നമ്മൾക്ക് റബ്ബ് ചെയ്തുന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മൾ റബ്ബിനോട് റബ്ബിനോട് കാണിച്ച അനുസരണക്കേടുകളും ഇതൊക്കെ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾക്ക് മനസ്സിൽ കുറ്റബോധം വന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ രാവിലെ പ്രാർത്ഥിച്ച് വൈകുന്നേരം ആവുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. വൈകുന്നേരം പ്രാർത്ഥിച്ച് രാവിലെ ആവുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഈ പ്രാർത്ഥന പതിവാക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടുകാർക്കും അടുത്ത ബന്ധുക്കൾക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ പ്രാർത്ഥന പതിവാക്കാൻ ഉപദേശിക്കുക. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിൽ ചൊല്ലുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന നിബന്ധന, ആ കണ്ടീഷൻ ശ്രദ്ധിക്കുക. മനസ്സിൽ തട്ടി തന്നെ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഒന്ന് അത് ആവർത്തിച്ചിട്ട് അതിന്റെ ചെയ്യാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ തെറ്റുകൾ പുറത്തു തരികയും ഇത്തരം അറിവുകൾ ജീവിതത്തിൽ കൃത്യമായി പ്രാവർത്തികമാക്കാൻ
സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.